ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈ വേ ബൈ കല്യാണിയുടെ പേരിൽ നടക്കുന്ന കുറെ ഇഷ്യൂ ഒക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കല്യാണി ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ആദ്യം ഒരു ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ തന്നെയാണ് ആദ്യം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തത്. അതങ്ങനെ ശ്രദ്ധിക്കാനുള്ള കാരണം, ഉടനെ തന്നെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ഒരു വർഷം മുൻപ് കല്യാണിയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു വർഷമായി തോന്നുന്നു. കല്യാണിയുടെ കുറച്ച് ഇങ്ങനെ ഫേസ് ക്രീം ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ആ സമയത്ത് കല്യാണി നമുക്കൊരു സ്ട്രൈക്ക് തന്നു. നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വളരെ കുറച്ച് വീഡിയോയെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിരുന്നു ആ സമയത്ത് തന്നെ. ആ സമയത്ത് നമുക്ക് കല്യാണി സ്ട്രൈക്ക് വന്നു. പിന്നീട് ആ സ്ട്രൈക്ക് പിൻവലിച്ചത് ഒന്നുമില്ല. ഇവിടുത്തെ എല്ലാ യൂട്യൂബേഴ്സും ആ കല്യാണിയെ കുറിച്ച്, കല്യാണിയുടെ കാര്യങ്ങളെ കുറിച്ച് റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തിരുന്നു. പലർക്കും സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ കല്യാണി നമ്മൾ പറഞ്ഞതൊക്കെ ശരിയാണ് എന്നുള്ള രീതിയിൽ കല്യാണി ഒരു വീഡിയോ ചെയ്ത് കണ്ട സമയത്ത്, എന്ന് വെച്ചാൽ നമ്മൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെ ശരി തന്നെയായിരുന്നു എന്നുള്ള രീതിയിൽ കല്യാണിയുടെ ഭാഗത്തൊരു വീഡിയോ വന്ന സമയത്ത് നമ്മളൊരു റിയാക്ഷൻ ചെയ്തത് ഇപ്പോൾ കുറച്ച് ദിവസം മുൻപ്. അതിനുശേഷം അതിനെ തുടർന്ന് കുറേ ഒരു കണ്ടന്റുകൾ ഉണ്ടായിരുന്നു. കാരണം ആ ഒരു കല്യാണി ആരോപിച്ച ക്ലിനിക്കിന്റെ സ്റ്റാഫ് സംസാരിക്കുന്ന കുറച്ച് വിഷയങ്ങളും ഒക്കെ വന്നിരുന്നു. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് തുടർച്ചയായിട്ടൊരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നീട് ആ ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം തുടർച്ചയായിട്ട് അതിനെക്കുറിച്ച് അതിന്റെ സ്റ്റാഫ് പറഞ്ഞത് അല്ലെങ്കിൽ ആ ക്ലിനിക്കുകാർ പറഞ്ഞതെന്നൊന്നും പറഞ്ഞ് നമ്മളൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. ഒന്ന് രണ്ട് പോസ്റ്റ് ഞാൻ ഫേസ്ബുക്ക് പേജിൽ ഇതിനെക്കുറിച്ച് ഇട്ട സമയത്ത് അതിന്റെ അടിയിലൊക്കെ പലരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഇങ്ങനെ പിന്തുടർന്ന് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ കുറെ കമന്റുകളൊക്കെ കണ്ടിരുന്നു. അങ്ങനെ ആകെ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ഇട്ടിട്ട് തന്നെ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോ കല്യാണി ഇതിനൊക്കെ ഒരു വിശദീകരണമായിട്ട്, എന്ന് വെച്ചാൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോൾ നമ്മളൊരിക്കൽ എടുത്തിട്ട സബ്ജക്റ്റ് ആണല്ലോ, അതുകൊണ്ട് സംസാരിക്കാന്ന് കരുതിയിട്ട് പറയുന്നതാണ്. കല്യാണിയുടെ വിഷയം എന്താന്ന് വെച്ചാൽ, കല്യാണി മുഖത്തൊരു പാട് വന്നിട്ട് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നു. ഒരു ക്ലിനിക്കിനെ സമീപിക്കുന്നു. അവിടെ വെച്ചിട്ട് കല്യാണിക്ക് അത്ര ഫെയർ ഇല്ലാത്ത മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു. വെച്ചാൽ ആ ട്രീറ്റ്മെന്റ് ഫലിച്ചില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് കല്യാണി അവർ ക്വാളിഫൈഡ് അല്ല എന്ന് മനസ്സിലാക്കുന്നതും കല്യാണി ഒരു കേസായിട്ട് മുന്നോട്ട്, അതിന്റെ രേഖകൾ, ചികിത്സാ രേഖകളൊന്നും അവർ കൊടുക്കുന്നില്ല. അങ്ങനെ കല്യാണി കേസായിട്ട് മുന്നോട്ട് പോകുന്നു. അതിനെക്കുറിച്ചാണ് അവർ ആ ഷോർട്സിൽ പറഞ്ഞത്. ആ ഷോർട്സിൽ അവർ പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങള്, ഈ ക്ലിനിക്കിന് പ്രത്യേകിച്ച് അവിടുത്തെ ഡോക്ടർക്ക് കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. MBBS-ഉം BDS-ഉം കഴിഞ്ഞ ഡോക്ടേഴ്സ് രണ്ടുപേരായിരിക്കണം. അവർക്ക് എന്തോ 3-6 മാസത്തിന്റെ എന്തോ ഒരു ചെറിയ കോഴ്സ്, ഡെർമറ്റോളജിയുടെ ഒരു കോഴ്സ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അവർ അംഗീകാരമുള്ളതല്ല എന്നുള്ള രീതിയിലാണ് കല്യാണി ഈ ഒരു ഷോർട്സിലൂടെ സംസാരിച്ചത്. പിന്നെ അവിടെ ചെന്ന് ചോദിച്ച സമയത്ത് അവര് വളരെ മോശമായിട്ട് പെരുമാറി, അവര് ബില്ലൊന്നും കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ കല്യാണി പോയി കേസ് കൊടുത്തു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പൊ ഇവിടെയുള്ള എല്ലാവരും അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തു, നമ്മളും ചെയ്തു. നമ്മൾ അതില് പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞ കാര്യം, കല്യാണി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. ഈ വൈറ്റനിങ് ക്രീമുകൾ, അതേപോലെ സൺസ്ക്രീന്, അതേപോലെ ഒരുപാട് ആൻഡ്രാംസിന്റെ കറുപ്പ് പോവും, കഴുത്തിലെ കറുപ്പ് പോവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തത് ആണ്. അങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കല്യാണിക്ക് യാതൊരു ക്വാളിഫിക്കേഷനും അതിന് വേണ്ടതായിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല കല്യാണി, ഒരു ബ്യൂട്ടി വ്ളോഗറാണ് എന്നുള്ളതിന്റെ പേരിൽ. എന്ന് വെച്ചാൽ ഒരു ചാനൽ തുടങ്ങുന്നു, വീട്ടിലത്തെ കുറെ കാര്യങ്ങൾ കാണിക്കുന്നു, കാണാൻ ഭംഗിയുള്ള ആളുകളെ ഈ കമ്പനികളൊക്കെ, ഇങ്ങനെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനികളൊക്കെ അപ്രോച്ച് ചെയ്യും. എന്ന് വെച്ചാൽ കൊളാബ് ചെയ്യാന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്യും. അങ്ങനെ ഏതൊക്കെയോ കിട്ടിയ കൊളാബിലുള്ള കുറെ ക്രീമുകൾ എടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നു എന്നല്ലാതെ എന്ത് ക്വാളിഫിക്കേഷനാണ് ഇവർക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ അങ്ങനെ നിരന്തരം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച ഇവിടെയുള്ള എല്ലാ റിയാക്ഷൻ വീഡിയോക്കാരെയും വെല്ലുവിളിച്ചുകൊണ്ട് കുറേ പ്രൊഡക്റ്റുകൾ, കുറെ ക്രീമുകൾ എടുത്ത് മുഖത്തൊക്കെ വാരി തേച്ച് ഞാൻ ഇത് തേക്കും അത് തേക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ അഗ്രസീവായിട്ടൊരു വീഡിയോ ചെയ്ത് വളരെ മോശമായിട്ടായിരുന്നു അന്ന് അവർ പെരുമാറിയത്. എന്നിട്ട് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. പിന്നീട് വീണ്ടും അവര് ഇങ്ങനെ ചെറിയ ചെറിയ പ്രൊമോഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്രീമുകളുടെ പ്രൊമോഷൻ കുറച്ച് കുറഞ്ഞു എന്നേ ഉള്ളൂ, എന്നാലും നന്നായിട്ട് തന്നെ അവര് പ്രൊമോഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, ഇതൊക്കെ തേച്ചിട്ട് ആരെങ്കിലും ഇവിടെ വെളുക്കുകയെ പെർമനന്റ് ആയിട്ട് എന്തെങ്കിലും മാറ്റം വരിക, എന്ന് വെച്ചാൽ ഏത് ക്രീം തേക്കുമ്പോഴും അതിലുള്ള കണ്ടന്റുകൾ കാരണം ചിലപ്പോൾ ബ്ലീച്ച് ചെയ്ത പോലെ മുഖം ഇത്തിരി വെളുത്തിരിക്കും, അല്ലെങ്കിൽ പാടൊന്നും മങ്ങിപ്പോകുന്നു എന്നല്ലാതെ ഈ ക്രീമുകളൊക്കെ വാരി തേച്ചിട്ട് ആരാണ് ഇവിടെ വെളുത്തിട്ടുള്ളത്? അല്ലെങ്കിൽ നമ്മളെ എത്രയോ ക്രീമുകൾ, ഈ വെളുത്തിട്ട് പാറെന്ന് പറഞ്ഞു വന്നൊരു ക്രീമൊക്കെ തേച്ചിട്ട് എത്രയോ ആളുകളുടെ കിഡ്നിയൊക്കെ ഫെയിലായ ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് എന്തിനാണ് ഇവർ ഇങ്ങനത്തെ ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ഈ കല്യാണി എന്ന് പറഞ്ഞ വ്യക്തിനെ കുറിച്ചല്ല, ഒരുപാട് വ്ളോഗേഴ്സിനെ കുറിച്ച് നമ്മളിവിടെ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ
ഒക്കെ ആളുകളെ പറ്റിക്കുന്ന ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൽ ചെന്ന് പറ്റിക്കപ്പെട്ടപ്പോഴേക്കും അവർക്കത് ഭയങ്കര വിഷമാവുന്നു. അവരൊരു ചാനലിലൂടെ അത് വിളിച്ചു പറയുന്നു. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവിടെയുള്ള റിയാക്ഷൻ വീഡിയോകാരൊക്കെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവർക്കത് ചെറിയ രീതിയിലല്ല അവരെ ബാധിച്ചത്. അവരൊരു കൗൺസിലിങ്ങിനോ ഹീലിങ്ങിനോ ഒക്കെ പോയ ശേഷമാണ് അവർക്ക് അതിന് റിക്കവർ ചെയ്ത് വരാൻ പറ്റിയത് എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ പറ്റിക്കുമ്പോൾ അവർക്ക് അത്രയും വിഷമാവുന്നുണ്ടെങ്കിൽ അവരൊരുപാട് പേരെ പറ്റിക്കുമ്പോൾ അവരൊക്കെ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും എന്ന് ഇവർ തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കല്യാണി ഈ വീഡിയോ ചെയ്ത് അപ്പൊ ഇത് ഏതാണ് സ്ഥാപനം എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കമന്റ് ഉണ്ടായിരുന്നു അതിന്റെ അടിയിൽ ദെർഫോർ ഐ ആം എന്ന് പറഞ്ഞ സ്ഥാപനം അല്ലേന്ന്. അപ്പൊ കല്യാണി ഇത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്ഥാപനമാണെന്ന് എല്ലാവരും മനസ്സിലാക്കി. അല്ലാതെ തന്നെ ഏതൊരാൾ ദെർഫോർ ഐ ആം അല്ലേന്ന് ചോദിച്ചതിന് അതേ എന്ന് തന്നെ കല്യാണി മറുപടി കൊടുത്ത കമന്റും കണ്ടിരുന്നു. അപ്പൊ ഈ സ്ഥാപനത്തിനെ കുറിച്ച് നമ്മളിപ്പോ പരസ്യങ്ങളിലൊന്നും ഒരിക്കലും കാണുന്നൊരു സ്ഥാപനമല്ല ഈ ദെർഫോർ ഐ ആം എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാപനമേ അല്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അറിയാം ഇവര് കുറേ വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു ബ്യൂട്ടി ക്ലിനിക്കാണ് എന്നുള്ള കാര്യം. ഇതില് ആദ്യം തന്നെ ഈ കല്യാണിയുടെ വീഡിയോ റിയാക്ട് ചെയ്ത പല ആളുകളും ഇപ്പൊ മൂപ്പനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നമ്മൾ സ്വന്തമായി ഇരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ക്ലിനിക്ക് പോകുന്നു എന്ന് കല്യാണി പറഞ്ഞു. ഓക്കെ, അത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ ഒരിക്കലും സ്വന്തമായിട്ട് ചികിത്സിക്കരുതെന്ന് കല്യാണിക്ക് മനസ്സിലായല്ലോ, കല്യാണിയുടെ ഡോക്ടർ അപ്രോച്ച് ചെയ്തല്ലോ എന്നൊക്കെ ഉള്ളത് വലിയ കാര്യമായിട്ട് പറയുന്നത് കണ്ടിരുന്നു. അപ്പോഴേ മനസ്സിൽ ഓർത്തൊരു കാര്യമായിരുന്നു, നമുക്കൊരു സ്കിൻ കംപ്ലൈന്റ് വരുമ്പോൾ നമ്മൾ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണും. എന്ന് വെച്ചാൽ MD ഉള്ള ഒരാളെ പോയിട്ട്, ഒരു ഡോക്ടറെ, ഒരു സാധാരണ ഡോക്ടറെ പോയിട്ടാണ് നമ്മൾ കാണുക. നമ്മളെ അടുത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആരാണ് എന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിനെ പോയി കണ്ടിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുക. ഈ കല്യാണി എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ കാര്യം, ഞാൻ ഡോക്ടറെ കാണാൻ പോയി, ക്ലിനിക്കിൽ തിരുവനന്തപുരത്തൊരു ഡോക്ടറെ കാണാൻ പോയി എന്ന് പറയുന്നു. അത് ദെർഫോർ ഐ ആം എന്ന് പറയുന്ന ക്ലിനിക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതൊരു ബ്യൂട്ടി ക്ലിനിക്കാണ്. എന്ന് വെച്ചാൽ നമ്മളെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ബ്യൂട്ടി ക്ലിനിക്കാണ്. ആ ബ്യൂട്ടി ക്ലിനിക്കുകളെ കുറിച്ച് നമുക്കറിയാം. അവിടെ ഗ്ലൂട്ടാത്തിയോൺ പോലുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന സ്ഥലമാണ്, അതേപോലെ ഈ ഫില്ലിങ്സ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനത്തെ ഒരു ബ്യൂട്ടി ക്ലിനിക്കിലാണ് അവർ പോയത്. അപ്പൊ അവരൊരു അസുഖം എന്നുള്ള നിലയ്ക്കല്ല പോകുന്നത്, അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലോർത്തതേ ഉള്ളൂ. അത് ഇത്ര അഭിനന്ദിക്കേണ്ട കാര്യമൊന്നുമല്ല, അതൊരു ആവശ്യം, ഒരു ജീവിതത്തിൽ അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല, ഒരു വേണമെങ്കിൽ കാശുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിലാണല്ലോ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ സംയുക്ത വർമ്മയായിട്ടൊരു ഇന്റർവ്യൂ കണ്ടു. അപ്പൊ സംയുക്ത വർമ്മ ഈ ക്ലിനിക്കിനെ കുറിച്ച് ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ധന്യവർമ്മയായിട്ട് നടത്തിയൊരു ഇന്റർവ്യൂ. അതിൽ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ ബ്യൂട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ സ്കിന്നൊക്കെ എന്താ ചെയ്യുക, സൗന്ദര്യം വർദ്ധിപ്പിക്കാറുണ്ടോ എന്നൊക്കെ ഈ ധന്യവർമ്മ ചോദിക്കുന്ന സമയത്ത് സംയുക്ത വർമ്മ പറയുന്നുണ്ട്, എനിക്ക് വളരെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, ഈ ദെർഫോർ ഐ ആമിന്റെ MD ആയിട്ടുള്ള വ്യക്തി എന്റെ അടുത്ത ഫ്രണ്ടാണ്, അവരുടെ മോളും എന്റെ ഫ്രണ്ടാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ചില അവസരങ്ങളിൽ ആ മോളോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇന്നത് ചെയ്താലോ എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി എന്നോട് പറയാറ്, ചേച്ചി ഒന്നും ചെയ്യണ്ട ചേച്ചി, എന്തിനാണ്, നല്ല സ്കിൻ ഉണ്ടല്ലോ, നല്ല മുടി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് വെറുതെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എന്നാണ് പറയാറ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ സംയുക്ത വർമ്മയെ പോലെ ഒരു സെലിബ്രിറ്റീനെ കയ്യിൽ കിട്ടിയിട്ട് പോലും അവരത് മുതലാക്കണം എന്നൊന്നും വിചാരിക്കുന്നില്ല. അവർ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എന്നാണ്. അപ്പൊ ഈ സംയുക്ത വർമ്മ തന്നെ പറയുന്നുണ്ട്, എന്നോട് മാത്രമല്ല അവരത് പറയുന്നത്, വേറൊരു കുട്ടി അവരോട് ഇന്ന ട്രീറ്റ്മെന്റ് എടുത്താലോ ഇന്ന ചെയ്താലോ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ട് ചെയ്യുന്നത്, അവരോടും പറയുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ സ്ഥാപനം അങ്ങനെ ഒരു ആളെ പിടിക്കാനായിട്ട് നടക്കുന്ന, എല്ലാവരുടെയും കയ്യിലെ കാശ് പറ്റിച്ചെടുക്കാന്ന് പറയുന്ന സ്ഥാപനമല്ല എന്നുള്ള രീതിയിലാണ് ഈ സംയുക്ത പറയുന്ന വ്യക്തി സംസാരിക്കുന്നത്. നമ്മള് ഈ ക്ലിനിക്ക് മോശമാണെന്നോ അല്ലെങ്കിൽ ഈ ക്ലിനിക്ക് നല്ലതാണെന്നോ അങ്ങനെയൊന്നുമല്ല വീഡിയോയിലൂടെ സംസാരിച്ചത്. കല്യാണി ചെയ്ത കാര്യം, കല്യാണി ആളുകളോട് ഈ ക്രീം നല്ലതാണെന്ന് പറഞ്ഞ് വെറുതെ പ്രൊമോട്ട് ചെയ്യുന്നു, എന്നിട്ട് കാശുണ്ടാക്കുന്നു. അതേ കാര്യം തന്നെയല്ലേ കല്യാണി ഒരു ക്ലിനിക്ക് പോയപ്പോൾ സംഭവിച്ചത്. അവരിതേപോലെ കല്യാണിയുടെ മുഖത്ത് പാടുമാറാൻ ഇന്ന കാര്യങ്ങൾ തേച്ചാൽ മതി എന്ന് പറയുന്നു, പക്ഷെ അവരൊരു ഉടായ്പായിരുന്നു എന്നല്ലേ കല്യാണി പറയുന്നത്. ഇത് രണ്ടും ഒന്നല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. അല്ലാതെ ഈ സ്ഥാപനത്തിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടോ ഈ സ്ഥാപനം നല്ലതാണെന്ന് സ്ഥാപിച്ചത് കൊണ്ടോ അവിടുത്തെ ഡോക്ടർ നല്ലതാണെന്ന് സ്ഥാപിച്ചതുകൊണ്ടോ നമുക്കൊന്നും നടക്കാനില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ സ്ഥാപനത്തിനെ വിളിച്ചിട്ട് ഇവിടുത്തെ ചില റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ സംസാരിച്ചിരുന്നു. അപ്പൊ ആ സ്ഥാപനം സംസാരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, ആ സ്ഥാപനത്തിലെ സ്റ്റാഫ് സംസാരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. കല്യാണി എന്ന് പറയുന്ന വ്യക്തി അവിടെ ചെല്ലുന്നത് മുഖത്ത് സ്റ്റിറോയിഡ് ഉള്ള ഈ ക്രീമുകൾ യൂസ് ചെയ്തു, ഏതൊരു ക്രീം യൂസ് ചെയ്തിട്ട് മുഖത്തെ സ്കിൻ അവരുടെ വളരെ ഡാമേജ് ആയിരുന്നു. അപ്പൊ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കല്യാണി അവിടെ ചെന്നത് എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത് അവർ പറയുന്ന കാര്യം, കല്യാണി വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും കൂടിയാണ് അവിടെ ചെന്നത്
പറയുന്നതെന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്ന കാര്യം, കല്യാണി അവരോട് കൊളാബ് ചോദിച്ചു. എന്ന് വെച്ചാൽ ഞാൻ കൊളാബ് ചെയ്ത് തരാം, നിങ്ങൾ കുറച്ച് കാശ് കുറച്ചതാന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പൊ അവർക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ ആരെയും വെച്ച് കൊളാബ് ചെയ്യാറില്ല. അവർ വളരെ സെലിബ്രിറ്റികളും ഒക്കെ ക്ലയന്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അവർക്ക് ഒരു കൊളാബിന്റെ ആവശ്യമില്ല, അവർക്ക് മഞ്ജു വാര്യർ ക്ലയന്റ് ആയിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പിന്നെ കല്യാണി വേറെ ഏതോ ക്ലിനിക്കിൽ അന്വേഷിച്ചപ്പോൾ അവർക്ക് ഇത്രയൊന്നും ചെലവ് വരുന്നില്ല ഈ ട്രീറ്റ്മെന്റിന് തോന്നിയപ്പോൾ അവർ ഈ സ്ഥാപനമായിട്ട് വിഷയം ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് കല്യാണി ഈ സ്ഥാപനമായിട്ട് തെറ്റുന്നത്. അവിടെ ചെന്നിട്ട് കല്യാണിയുടെ ഹസ്ബൻഡും കല്യാണിയും കൂടെ വളരെ മോശമായിട്ട് അവരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അവര് എന്തോ മെറ്റയുടെ ഗ്ലാസ് വെച്ചിട്ടാണ് സംസാരിച്ചത്. എന്ന് വെച്ചാൽ എല്ലാം ഷൂട്ട് ചെയ്ത് ലൈവ് വീടെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയുള്ള രീതിയിൽ ആ സ്റ്റാഫ് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കല്യാണിയെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. കല്യാണി എപ്പോഴും വളരെ ഇമോഷണൽ ആണ്, പെട്ടെന്ന് കരയുന്ന വ്യക്തിയാണ്. ഈ ഹസ്ബൻഡ് ആയിരുന്നു എല്ലാം സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നൊക്കെയുള്ള രീതിയിലും ആ സ്റ്റാഫ് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ അവരുടെ വശം കേട്ടിട്ട് ഉടനെ അവര് ശരിയാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതിന് വേറൊരു സൈഡും ഉണ്ടായിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കല്യാണി പറഞ്ഞ കാര്യം അവർ കൃത്യമായി ബില്ല് തന്നില്ല, അല്ലെങ്കിൽ ചികിത്സാ രേഖകൾ തന്നില്ല എന്നുള്ളതാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ ശേഷമാണ് അവർ തരാം, ഇന്ന ഡേറ്റിൽ തരാമെന്ന് എഴുതി ഒപ്പിട്ട് തന്നത്, എന്നിട്ടും തന്നില്ല എന്നുള്ള രീതിയിലാണ് കല്യാണി പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞു പോയിട്ട് ഇപ്പോ ഇതിനൊക്കെ എതിരായിട്ട് കല്യാണി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവർ ഈ സ്ഥാപനം പറഞ്ഞ ദർഫറയാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അവർ വളരെ സെലിബ്രിറ്റികളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുള്ളതൊക്കെ വളരെ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഈ വ്യക്തിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയിരുന്നു. ദർഫറയാമിന്റെ ഓണറുടെ മകള്, അത് അവരോടുത്തെ ഡോക്ടർ തന്നെയാണ്. ആ കുട്ടിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയിരുന്നു. അപ്പൊ അതിൽ മോഹൻലാലായിട്ടൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. അതേപോലെ പൂർണ്ണ മൈന്ദ്രിത്ത് ഫാമിലി ആയിട്ട് ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. അവർക്ക് ഒരുപാട് സെലിബ്രിറ്റി ക്ലയന്റ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. കല്യാണി ഇപ്പൊ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട്, എന്ന് വെച്ചാൽ ലോങ് വീഡിയോ അതിനെ കുറിച്ച് ചെയ്യാമെന്ന് കല്യാണി പറഞ്ഞിരുന്നു. അപ്പൊ കല്യാണി അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. അതിൽ കല്യാണി ഇതിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഈ മുഖത്ത് സ്റ്റീറോയിഡ് ഉള്ള ക്രീമുകൾ തേച്ചിട്ട് മുഖത്ത് പാട് വന്നിട്ടാണ് കല്യാണി ട്രീറ്റ്മെന്റിന് പോയതെന്നാണ് ഈ ക്ലിനിക്കിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കേട്ടിട്ടുള്ള വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിന് കല്യാണി പറയുന്ന വിശദീകരണം എന്താന്ന് വെച്ചാല്, കല്യാണിയുടെ ഫാമിലിയിൽ പാരമ്പര്യമായിട്ട് മുഖത്ത് കറുപ്പ് പാട് വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. കല്യാണിയുടെ അച്ഛനുണ്ടെന്ന് പറഞ്ഞ അച്ഛന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഈ കവളിന്റെ രണ്ട് സൈഡിലായിട്ട് പാട് വരുന്നു. നമുക്ക് ഈ ഹോർമോൺ ചേഞ്ച് ഒക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന പാടുകൾ പോലെ, അല്ലെങ്കിൽ കരിമംഗല്യം നമ്മൾ പറയും, അങ്ങനത്തെ പാട് പോലെ ഒക്കെ ഉള്ള ഒരു രീതിയിലുള്ള പാട് വരുന്നു. അച്ഛനുണ്ട്, അച്ഛന്റെ പെങ്ങന്മാർക്ക് ഉണ്ട് എന്നൊക്കെ കല്യാണി പറയുന്നു. അപ്പൊ കല്യാണിക്കും അത് ചെറിയ രീതിയിലുണ്ട്, കുറെ വർഷങ്ങളായിട്ടുണ്ട്. അപ്പൊ കല്യാണിക്ക് അത് കൂടി വരുമോ, അപ്പൊ അച്ഛന്റെ ഒക്കെ അങ്ങനെ പാട് കാണുമ്പോൾ അത് കൂടി വരുമോ എന്ന് സംശയമുള്ളത് കൊണ്ട് ഞാൻ ആ ക്ലിനിക്ക് പോയി, അല്ലെങ്കിൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണാന്ന് വിചാരിച്ചു. അപ്പോ വളരെയധികം സെർച്ച് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ താല്പര്യത്തോടെ എന്റെ സ്വന്തം ഇഷ്ടത്തിന് എന്ന് പറയുന്നുണ്ട്. ഈ ക്ലിനിക്കും പറയുന്നുണ്ട് ആ ഒരു മാഡത്തിന്റെ വളരെ ഫാനായിരുന്നു കല്യാണി എന്ന് പറയുന്നുണ്ട്. എന്തായാലും കല്യാണി തന്നെ സ്വയം തീരുമാനിച്ചിട്ടാണ് കല്യാണിയുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും 75 കിലോമീറ്റർ അപ്പുറമുള്ള ആ ക്ലിനിക്ക് പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാം എന്ന് തീരുമാനിക്കുന്നു. കല്യാണി അവിടെ പോകുന്നു, ഇതിനുവേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കുന്നു. ക്ലിനിക്കിന്റെ വേർഷൻ എന്താന്ന് വെച്ചാൽ, കല്യാണി ഒരുപാട് സ്റ്റിറോയിഡ് ഉള്ള ക്രീം ഉപയോഗിച്ചത് കൊണ്ട് സ്കിന്ന് ഡാമേജ് ആയിരുന്നു. അപ്പൊ വന്നപ്പോ തന്നെ ഞങ്ങൾ ആ ഒരു ക്രീം നിർത്താനായിട്ട് നിർദ്ദേശിച്ചു. അതിനുശേഷമാണ് ട്രീറ്റ്മെന്റ് തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട്. കല്യാണി പറയുന്നത് അങ്ങനെയല്ല ഉണ്ടായത്, എനിക്ക് പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന ഈ ഒരു കറുപ്പ് പാട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലിനിക്കിനെ സമീപിച്ചത് എന്നാണ് പറയുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ഇപ്പൊ എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് ഇങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് എന്റെ മുഖത്തൊരു പാടുണ്ട് എന്ന് കരുതാം. ഞാനൊരു നല്ല ഡോക്ടറുടെ, അല്ലെങ്കിൽ ഒരു MBBS MD ഉള്ള ഒരു വ്യക്തിയെ, നല്ലൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആരാന്ന് നോക്കിയിട്ടോ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പോയിട്ടായിരിക്കും ഇതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഒരു ബ്യൂട്ടി ക്ലിനിക്ക് പോയിട്ടായിരിക്കില്ല ഇങ്ങനത്തെ ഒരു ഹെറിഡിറ്ററി ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കാൻ പോവുക എന്നുള്ളതാണ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു സൗന്ദര്യവർദ്ധക ചിന്തയിലൂടെ തന്നെയായിരിക്കാം കല്യാണി അവിടെ പോയിട്ടുള്ളത്. പിന്നെ അവർ പറയുന്ന രണ്ടാമത്തെ കാര്യം, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കല്യാണി വന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കല്യാണി ഈ ഒരു വീഡിയോയിൽ, എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഒന്നും പറയുന്നില്ല. പക്ഷെ മനസ്സിലാക്കിയെടുത്തോളം കല്യാണി ഒരു 8 മാസം മുൻപ് ചെയ്ത ഒരു ഷോർട്സിൽ പറയുന്നുണ്ട്, എന്റെ തടി ഒരുപാട് കൂടിയില്ലേ, എന്നാ നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട്. ഈ കല്യാണി ട്രീറ്റ്മെന്റ് എടുത്ത കാലഘട്ടം ഏകദേശം 7 മാസം എന്ന് കല്യാണി പറയുന്നു, 8 മാസം എന്ന് ക്ലിനിക്ക് പറയുന്നു. അന്ന് മുതൽ തീർച്ചയായിട്ടും കല്യാണി വെയിറ്റ് ലോസിന് വേണ്ടി പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം കല്യാണി കഴിഞ്ഞ ഒരു 6-8 മാസം കൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നന്നായി മെലിഞ്ഞു. പഴയ ഒരു വ്യക്തിയെ അല്ല, പണ്ട് നല്ല തടിച്ച് ഉരുണ്ടിരുന്ന ഒരു വ്യക്തി, ഒരുപാട് തടി എന്നല്ല പറയുന്നത്, എന്നാലും തടിച്ചൊരു
വ്യക്തിയായിരുന്നു. ഇപ്പോൾ കല്യാണി ഒരുപാട് ക്ഷീണിച്ച് മെലിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ കല്യാണി സ്ഥിരമായിട്ടൊരു ഡാൻസ് ക്ലാസ്സിന് പോകുന്നത് നമ്മൾ കാണാറുണ്ടായിരുന്നു. ഇങ്ങനെ അവിടെ പോകുന്നു, ഇങ്ങനെ സിനിമാറ്റിക് ഡാൻസ് പോലെയുള്ള ഒരു വർക്കൗട്ട് അതിൽ പോയിട്ട് ചെയ്യാറുണ്ട്. സിനിമ പാട്ടൊക്കെ ഇട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ടിൽ പോയി ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ചാനലിലൂടെ ഞാൻ അത് കഴിക്കില്ല, ഇത് കഴിക്കില്ല, അത് എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കല്യാണിയുടെ പ്രേക്ഷകർ വിചാരിക്കുക കല്യാണി എന്തോ ഭയങ്കര വർക്കൗട്ടും ഭയങ്കര ഡയറ്റും ഒക്കെ എടുത്ത് വെയിറ്റ് കുറച്ചു എന്നായിരിക്കും. ഒരുപാട് പേര് കല്യാണിയുടെ വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടാറുണ്ട്, ചേച്ചി എങ്ങനെയാ വെയിറ്റ് കുറച്ച്, ചേച്ചി എങ്ങനെയാ വെയിറ്റ് കുറച്ച് എന്ന് കമന്റ് ഇടാറുണ്ട്. പക്ഷെ ഒരക്ഷരം കല്യാണി അതിനെക്കുറിച്ച് ഒരു വീഡിയോയിലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇതൊരു ക്ലിനിക്കിനെ ആശ്രയിച്ചായിരുന്നു എന്നുള്ളതാണോ സത്യം എന്നുള്ളത് കല്യാണിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിലും പറയുന്നില്ല. എന്നുവെച്ചാൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കല്യാണി ഒരു ബ്യൂട്ടി ക്ലിനിക്കിനെ ആശ്രയിച്ചിരുന്നോ എന്ന് പറയുന്നു. ഏതായാലും ഈ ഒരു 6 മാസത്തിനുള്ളിൽ കല്യാണി ഞാൻ വെയിറ്റ് കുറച്ച രീതി എന്നൊക്കെ പറഞ്ഞ് വലിയ എന്തെങ്കിലും ഡയറ്റിന്റെ പേരൊന്നും ഇടാഞ്ഞ് എന്തായാലും നന്നായി എന്നേ പറയാനുള്ളൂ. അതാണ് കാരണമെങ്കിൽ പിന്നെ ഈ പറയുന്ന മുഖത്തെ പാട് വന്നു. ഇതൊരു പക്ഷേ കല്യാണിക്കിന്റെ ഫാമിലിയിൽ പാരമ്പര്യമായിട്ട് ഉള്ളത് തന്നെയായിരിക്കാം. കല്യാണിക്കും അത് ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നിരിക്കാം. കല്യാണി സ്റ്റിറോയിഡുള്ള ഒരു ക്രീം തേച്ചപ്പോൾ ആ പാട് ഭയങ്കരമായിട്ട് കൂടിയതാണെങ്കിലോ അങ്ങനെ ആയിക്കൂടെ. അപ്പൊ കല്യാണി ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ബ്യൂട്ടി ക്ലിനിക്ക് പോയതാണ് എന്ന് വരെ നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ കല്യാണി പറയുന്നത് അവർക്ക് അവിടെ എല്ലാത്തിനും CCTV ഉണ്ടല്ലോ, CCTV പുറത്ത് വിട്ടേ എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, അവർ CCTV അവര് ആരോപിച്ച കാര്യങ്ങളൊക്കെ തെളിയിക്കുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ്. അവർ CCTV പുറത്ത് വിട്ടിട്ടാണെങ്കിലും അത് തെളിയിക്കേണ്ടതാണ്. പിന്നെ ക്ലിനിക്കുകാർ പറയുന്നത് കൊളാബ് ചോദിച്ചു, 2ാമത്തെ സെറ്റിംഗിൽ കല്യാണി കൊളാബ് ചോദിച്ചു എന്നുള്ളതാണ്. കല്യാണി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യമേ അവരോട് ചോദിച്ചിട്ടില്ല, അതിന്റെ CCTV ഉണ്ടെങ്കിൽ അവർ പുറത്ത് വിടട്ടെ എന്ന് പറയുന്നുണ്ട്. പിന്നെ കല്യാണി അവിടെ പോയിട്ട് ബഹളം വെച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. അതിന്റെ ഒരു വിഷ്വല് കല്യാണി കാണിക്കുന്നുണ്ട്. അതിൽ ബഹളം വെച്ചൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ അത്രയും ലേഡി സ്റ്റാഫ് ഉള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് കല്യാണിയുടെ ഹസ്ബൻഡാണ് അവരോട് ആർഗ്യൂ ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോ ഈ സ്ത്രീകൾക്ക് ചിലപ്പോ ഈ പുരുഷന്മാർ വന്നിട്ട് ഇങ്ങനെ ആർഗ്യൂ ചെയ്ത് സംസാരിക്കുമ്പോൾ ബഹളം വെച്ചതായിട്ട് തോന്നിയതായിരിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറയുന്നത്. എന്തായാലും അവിടെ അങ്ങനെ വലിയ ബഹളം നടന്നതായിട്ട് കല്യാണി പുറത്തുവിട്ട ക്ലിപ്പിലില്ല. അതിന്റെ ബാക്കി വാലും തല എന്താണെന്ന് നമുക്കറിയില്ല. അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കല്യാണി പുറത്തുവിട്ടത്. പിന്നെ ക്ലിനിക്ക് പറയുന്നത് ഞങ്ങൾ നേരത്തെ തന്നെ കേസ് കൊടുത്തിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് കല്യാണി കേസ് കൊടുത്തത് എന്നാണ് പറയുന്നത്. കല്യാണി തെളിവുകളോടുകൂടെ പറയുന്നത് കല്യാണി കേസ് കൊടുത്ത് അന്ന് എന്ന് വെച്ചാൽ ക്ലിനിക്കിൽ വെച്ച് വിഷയം ഒക്കെ സംസാരിച്ച് പുറത്തു വന്ന ശേഷം കല്യാണി കേസ് കൊടുത്ത ശേഷം അന്ന് വൈകുന്നേരമാണ് ക്ലിനിക്ക് കേസ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഈ ക്ലിനിക്ക് കേസ് രേഖാപരമായിട്ട് കൊടുത്തത് വൈകുന്നേരം ആയിരിക്കാം, പക്ഷെ അതിന് മുൻപ് തന്നെ അവർ നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടെന്ന് കല്യാണിയുടെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതിൽ ഒരു സ്റ്റാഫ് ഫോൺ ചെയ്ത് സംസാരിച്ചിട്ട് കല്യാണിയോട് പറയുന്നുണ്ട് ഞങ്ങളുടെ മാഡം പറഞ്ഞു ലീഗലായിട്ട് നീങ്ങുകയാണ്, അതുകൊണ്ട് ഇനി സംസാരിക്കേണ്ടിയും ഈ രേഖകൾ കൊടുക്കേണ്ടിയും കാര്യമൊന്നുമില്ല, ACP ജയൻ സാർ ആരോ പറഞ്ഞു, അദ്ദേഹം വിളിച്ച് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ക്ലിനിക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാമെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അവർ കേസ് കൊടുക്കാനുള്ള സംസാരമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവര് ഈ സ്റ്റേഷനിൽ ചെന്ന് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സമയമെടുത്തു. അതുകൊണ്ടാണ് കല്യാണി നേരത്തെയാണ് കേസ് കൊടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ആ വീഡിയോ ഒന്ന് സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊന്നും വലിയൊരു സംഭവമായിട്ട്, അല്ലെങ്കിൽ ഞാൻ ആദ്യം കേസ് കൊടുത്തു അവരാദ്യം കേസ് കൊടുത്തു, അതൊന്നും അത്ര വലിയ സംഭവമായിട്ട് അതിൽ തോന്നാനില്ല എന്നുള്ളതാണ്. ഒരു വിഷയം അവിടെ വന്നിട്ടൊരു സ്റ്റാഫിനോട് പുറത്തുള്ള ഒരു വ്യക്തി ക്ലയന്റ് വന്നിട്ട് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ആ ക്ലിനിക്ക് കേസ് കൊടുക്കും. ഇവർക്ക് പരാതി ഉണ്ടെങ്കിൽ ഇവരും കേസ് കൊടുക്കും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന പ്രക്രിയയാണ്. അതിലിപ്പോൾ ആരാദ്യം കേസ് കൊടുത്തു എന്നുള്ളതിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്ത് സംസാരിച്ച കാര്യം ഈ കല്യാണി ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാണോ എന്നുള്ളതാണ്. എന്നിട്ട് അവർക്ക് ഇങ്ങനെ ഒരു ക്ലിനിക്കിനെ കുറിച്ച് അവിടുത്തെ സ്റ്റാഫിന് ക്വാളിഫിക്കേഷൻ ഇല്ല, അവിടുത്തെ ഡോക്ടർക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് പറയാൻ എന്താണ് ഒരു അവകാശമുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് സംസാരിച്ചത്. അതിനെക്കുറിച്ച് കല്യാണി ഈ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പ്രൊമോട്ട് ചെയ്തത് ഞാൻ അങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ടാണെന്നോ അങ്ങനത്തെ ഒന്നും കല്യാണി ഇപ്പൊ പറയുന്നില്ല. പിന്നെ അതിൽ പല കാര്യങ്ങളും പറയുന്നില്ല. കല്യാണി പറയുന്നത് കേസ് നടക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ തന്നെ കാര്യങ്ങളെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ട് എല്ലാം പറയാനും രേഖകൾ കാണിക്കാനൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കല്യാണി അത് റിയാക്ഷൻ വീഡിയോ ചെയ്തവരെ എന്തോ വലിയ കുറ്റം ചെയ്ത പോലെയൊക്കെ സംസാരിച്ചാൽ തന്നെ ഇങ്ങനത്തെ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുമ്പോൾ എന്തായാലും ആളുകൾ ഇത് റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. റിയാക്ഷൻ വീഡിയോക്കാരല്ല, കമന്റ് ഇട്ടവർ മുഴുവൻ പ്രതികരിച്ചിട്ടുണ്ട്, കമന്റ് ഇട്ടവർ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ഇവർ ഇത്രയും കാലം ആളുകളെ പറ്റിച്ചതിന് ഇവർക്ക് തിരിച്ചു കിട്ടിയതാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു കുറ്റമായിട്ട്
പറയാൻ പറ്റില്ല. ആളുകൾ അത് പറഞ്ഞിരിക്കും. കാരണം അങ്ങനത്തെ കാര്യങ്ങളാണ് കല്യാണി ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. പിന്നെ അവര് അതിനെയൊന്നും ഭയക്കുന്നില്ല. എന്റെ ഭാഗത്താണ് സത്യം എന്ന് വിചാരിക്കുന്നുണ്ട് വെച്ചാല് അവര് ഈ ചെയ്ത കമന്റുകൾ, നെഗറ്റീവായിട്ടുള്ള കമന്റുകളൊന്നും ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതവിടെ കിടന്നോട്ടെ. അവർക്ക് അറിയാലോ എന്റെ ഭാഗത്താണ് സത്യം. ഈ പറയുന്ന കമന്റ് ഒക്കെ പൊട്ടയാന്ന് അവർക്ക് അറിയാലോ. അപ്പോൾ അവര് ആ ഷോർട്സിൽ വന്നിട്ടുള്ള ഒരുപാട് കമന്റുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അവരുടെ ചാനലിൽ എന്ത് നെഗറ്റീവ്, അവരെ ചാനൽ എടുത്തു നോക്കിയാൽ നമുക്കറിയാം അവരുടെ കമന്റ് ബോക്സിൽ നെഗറ്റീവ് ഒന്നും ഇല്ല, എല്ലാം പോസിറ്റീവ് ആണ് എന്നുള്ളതാണ്. പക്ഷെ അവരെ കുറിച്ച് പുറമേ നിങ്ങൾ വന്നിട്ടൊരു പോസ്റ്റ് ഇട്ട് നോക്കൂ, ഒരുപാട് നെഗറ്റീവ് അതിന്റെ അടിയിൽ വരാറുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് വരാറുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അവർക്ക് ഹേറ്റേഴ്സ് ഉണ്ട്. അവർക്ക് വരുന്ന ഹേറ്റ് കമന്റുകൾ ഡിലീറ്റ് ചെയ്യുന്നതാണ് എന്നേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ അവരെ കുറിച്ച് പോസ്റ്റ് ഇടുമ്പോൾ അതിന്റെ ഇടയിൽ വന്നിട്ട് നിങ്ങൾക്ക് കല്യാണി ചേച്ചിയോട് അസൂയല്ലേ എന്നൊക്കെ പറയുന്ന ആളുകളോട് നമുക്ക് എന്തിനാണ് അവരോട് അസൂയ? അവരവരുടെ കഴിവ് കൊണ്ട്, അവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നതുകൊണ്ട്, അവർ കാണാൻ നല്ല ഭംഗിയുള്ള വ്യക്തി ആയതുകൊണ്ട്, അവർക്ക് നല്ല ജീവിത സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട്, അവർ ചെയ്യുന്ന വീഡിയോസിന് അതിൻ്റെതായ ഭംഗിയുള്ളത് കൊണ്ട് ആളുകൾ അത് കാണുന്നുണ്ടായിരിക്കാം, ആളുകൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, അവരതിലൂടെ പണം ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അവരെ യാതൊരു വിധത്തിലും വ്യക്തിപരമായിട്ട് അറിയാത്ത നമുക്ക് അവരോട് എന്തിനാണ് ഈ വിരോധം എന്ന് പറയുന്നത്? അവരോട് എന്തിനാണ് അസൂയ? അല്ലെങ്കിൽ നമ്മൾ ലോകത്തിൽ നന്നായിട്ട് ജീവിക്കുന്ന ആളുകളോട് മുഴുവൻ അസൂയ വെച്ച് പുലർത്തുന്നവരാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര്, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു പോസ്റ്റ് ഇടുന്നവര് എന്നാണോ ഈ അന്തം ഫാൻസ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങളെ കല്യാണി ചേച്ചിനെ ആരാധിക്കുക, കല്യാണി ചേച്ചി പറയുന്ന പ്രൊഡക്റ്റ് മുഴുവൻ വാങ്ങുക, വിശ്വസിച്ച് തേക്കുക, എന്ത് വേണം ചെയ്തോളൂ. ഇപ്പൊ ഒരുപാട് പേര് കമന്റ് ഇട്ടത് അവര് പ്രൊമോട്ട് ചെയ്യുന്ന ക്രീം നിങ്ങൾ എന്തിനാണ് വാങ്ങുന്നത്, പ്രൊമോഷനാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അല്ലെങ്കിൽ ആളുകൾ അതൊക്കെ വിശ്വസിക്കുമോ, കല്യാണി ചേച്ചി പറയുന്നുണ്ട് വെച്ചിട്ട് നിങ്ങൾ വാങ്ങണോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വളരെ എല്ലാ ആളുകളും ഇതൊക്കെ ചിന്തിച്ച് അയ്യോ കല്യാണി പറഞ്ഞു അത് ശരിയല്ല, പ്രൊമോഷനാണ്, ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും എല്ലാ ആളുകൾക്കും ഇല്ല. ഇതൊക്കെ കാണുമ്പോൾ വിശ്വസിക്കുന്ന എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ബ്യൂട്ടി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫെയർ ലവ്ലി ആയിരുന്നു. ആകെ ഒരു ഫെയർ ലവ്ലി ഉണ്ടായിരിക്കും. പിന്നെ എന്തോ ലാക്ടോ കലാമിൻ പോലെയുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ നമ്മൾ ഫൗണ്ടേഷൻ പോലെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 1-2 പ്രൊഡക്റ്റിൽ നിന്ന് വരുന്ന ഒരു അപകടം നമുക്ക് വരാനുണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ സ്കിന്നിൽ വാരി തേപ്പിക്കുമ്പോൾ എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് മുഴുവൻ വന്നിട്ട് 100 കണക്കിന് പ്രൊഡക്റ്റ് നമ്മളെ മുന്നിലേക്ക് ഇട്ട് തരികയാണ്. ഇതറിയാത്ത ചെറിയ കുട്ടികളൊക്കെ ഇത് വാങ്ങിയിട്ട് ഉപയോഗിക്കും. എന്ന് വെച്ചാല് ഈ ലാക്ടോ കലാമിനോ അല്ലെങ്കിൽ ഒരു ഫെയർ ആൻഡ് ലവ്ലിയോ തേച്ചത് കൊണ്ട് ആകെ നമുക്ക് വന്നിരുന്ന ഒരു ഡാമേജ്, ഈ 2 പ്രൊഡക്റ്റ് മോശമാണെങ്കിൽ അതിന് ഡാമേജ് വരാൻ സാധ്യതയുള്ളൂ. ആ സ്ഥാനത്ത് നമ്മൾ അതിന്റെ 100 ഇരട്ടി സാധ്യതയാണ് കിടക്കുന്നത്. കാരണം ഈ മാർക്കറ്റിലുള്ള 100 കണക്കിന് പ്രൊഡക്റ്റുകൾ ആളുകൾ വാരി തേക്കുകയാണ്, ആളുകൾക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരോഗ്യവകുപ്പ് ശിശുക്ഷേമ സമിതി ഒരു പുതിയ പ്രൊജക്ട് കൊണ്ടുവരുന്നുണ്ട്. കുട്ടികളിൽ നിന്ന് ലിപ്സ്റ്റിക് ഒഴിവാക്കുക എന്നുള്ള ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നുണ്ട്. നാട്ടിൻ പുറത്ത് ഏറ്റവും ഉൾപ്രദേശത്ത് പോലും സ്കൂളുകളിൽ നിങ്ങൾ പോയി നോക്കൂ, കുട്ടികൾ ഇപ്പൊ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പണ്ട് നമ്മൾ ഈ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന എത്രയോ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ. നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നമ്മളെ ലൈഫിൽ 10 വർഷത്തിനിടയിൽ ഒരാളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളൂ. ഇന്നെന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശിശുക്ഷേമ സമിതി പറയുന്നത് RCCE നടത്തിയ ഒരു സർവേയിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം, ഈ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന കുട്ടികളിൽ കുടൽ ക്യാൻസറിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നും കുടൽ ക്യാൻസർ വർദ്ധിച്ചു വരുന്നുണ്ടെന്നുമാണ്. അപ്പൊ അതിലടങ്ങിയിരിക്കുന്ന കാഡ്മിയോ ലെഡോ എന്തൊക്കെയോ സാധനങ്ങൾ ക്യാൻസർ ഉണ്ടാക്കും. അതുകൊണ്ട് ലിപ്സ്റ്റിക് കുട്ടികളെ ഉപയോഗിക്കരുത് എന്ന് ബോധവൽക്കരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ഈ കല്യാണി എന്ന് പറയുന്ന വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്യൂട്ടി വ്ളോഗറിന്റെയോ ചാനൽ എടുത്ത് നോക്കൂ, അതിന്റെ അടിയിൽ മുഴുവൻ കമന്റുകളാണ്. ചേച്ചിയുടെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഏതാണ്, അതിന്റെ ബ്രാൻഡ് ഏതാണ്, ഇത് ഏത് സൈറ്റിൽ നിന്നാണ് വാങ്ങിട്ട്, ലിങ്ക് തരുമോ എന്ന് ചോദിച്ചിട്ടുള്ള കമന്റുകളാണ്. അതൊക്കെ ചെറിയ കുട്ടികളായിരിക്കും മിക്കതും ചോദിക്കുന്നത്. അവരിതൊക്കെ വാരി തേക്കും. ഇതിന്ന് വരുന്ന അപകടങ്ങളൊക്കെ ഈ ബ്യൂട്ടി വ്ളോഗ് ചെയ്ത് കാശുണ്ടാക്കുന്ന ആളുകൾക്ക് പരിഹരിക്കാൻ സാധിക്കും? ഒരിക്കലും ഇല്ല. അവരും അതിന്റെ ഒരു ഭാഗമാണ്, ആ ഒരു അപകടത്തിന്റെ ഭാഗമായിട്ട് മാറുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഈ ഗ്ലാമി ഗംഗ, പല ബ്യൂട്ടി വ്ളോഗേഴ്സും ഉണ്ട്. അതിൽ ഈ ഗ്ലാമി ഗംഗയെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. കാരണം അവരുടെ സ്കിന്നൊക്കെ ഗ്ലാസ് പോലെയാണ്, കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സ്കിന്നാണ്. അവര് രാവിലെ വരുന്നു, ഒരു ക്രീം പ്രൊമോട്ട് ചെയ്യുന്നു, പിറ്റേ ദിവസം വരുന്നു വേറെ ക്രീം പ്രൊമോട്ട് ചെയ്യുന്നു. വെറും പ്രൊമോഷനാണ്. കട്ടിയുള്ള എന്തോ ഒരു സാധനം, ഒരു സോപ്പ് പോലുള്ള ഒരു സാധനം കാണിച്ചിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഫേഷ്യൽ ചെയ്യാന്ന് പറയുന്നു. എന്തൊക്കെയോ വലിച്ചു പറിച്ചെടുത്ത് ഫേഷ്യൽ ചെയ്യുന്നു. മുഖത്തൊക്കെ വാരി തേച്ചിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ വലിച്ചു പറിച്ചെടുത്ത് ഫേഷ്യൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നത് കാണാം. എന്നാൽ ഈ പറയുന്ന ഗ്ലാമി ഗംഗ ഇവരുടെ സ്കിന്നും ഇവരുടെ രൂപവും മുഖത്തിന്റെ ഒരു ഷേപ്പും ഒക്കെ മാറ്റിയെടുത്ത എങ്ങനെയാണ്? അവര് ബ്യൂട്ടി ക്ലിനിക്കിൽ നമ്മളെ മുന്നില് ഇതുപോലത്തെ പ്രൊമോഷൻ
ഓപ്പറേഷൻ നടത്തി കിട്ടിയ കാശ് കൊണ്ട് ബ്യൂട്ടി ക്ലിനിക്ക് പോയിട്ട് ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് അവരവരുടെ മുഖമൊക്കെ മാറ്റിയെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ വിവാഹ സമയത്ത് നമുക്കറിയാം അവരുടെ മുഖം ഒരു താലി എന്തോ എടുക്കാൻ പോയ ഒരു വീഡിയോയിലാണെന്ന് തോന്നുന്നു. അവർ മാസ്ക് ഇട്ടിട്ടായിരുന്നു. അതിന് 2 ദിവസം മുന്നേ അവർ എന്തോ ഒരു ക്ലിനിക്കിൽ പോയി എന്തോ ഒരു ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു. അതുകൊണ്ട് അവർ മാസ്ക് ഇട്ടിട്ട് വന്നു. അത് ചുണ്ടില് എന്തോ ഒരു ഫില്ലിങ്ങോ എന്തോ ചെയ്തായിരുന്നു തോന്നുന്നു. അപ്പൊ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ക്ലിനിക്ക് പോയി കാശ് ചെലവാക്കി ചെയ്യുന്നു. എന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താണ്? അയ്യോ ഈ പ്രൊഡക്റ്റ് തേക്കൂ, ഈ ക്രീം തേക്കൂ, നിങ്ങളെ മുഖം അങ്ങനെയാകും, നിങ്ങളെ സ്കിൻ ഇങ്ങനെയാകും. ഗ്ലാമി ഗംഗയെ നമുക്ക് അറിയാവുന്നതാണ്. അവർ ചാനൽ തുടങ്ങിയ കാലത്തുള്ള ഗ്ലാമി ഗംഗേനെ ഇപ്പോഴുള്ള ഗ്ലാമി ഗംഗേനെയും കണ്ടാൽ നമുക്ക് അറിയാം. അതങ്ങനെ ഈ നമുക്ക് പ്രൊമോട്ട് ചെയ്ത് തരുന്ന 500,000 രൂപയുടെ ക്രീം തേച്ചിട്ടുണ്ടായിരുന്നല്ല, ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടുണ്ടായതാണെന്ന് ഉറപ്പാണ്. ഇപ്പൊ ഈ പറയുന്ന കല്യാണി വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരുടെ സ്ഥാപനത്തിന് 6 അക്ക തുക, 6 അക്കം എന്ന് പറഞ്ഞാൽ ലക്ഷമാണല്ലോ, അതിന്റെ തന്നെ വലിയൊരു എമൗണ്ട്, 6 അക്കത്തിൽ എന്ന് വെച്ചാൽ 1,00,000-ന്റെയും 10,00,000-ന്റെയും ഇടയിലുള്ള എത്രയോ ഒരു തുകയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാശ് മുടക്കിയിട്ടാണ് ഇവർക്ക് ഈ സുന്ദരിയായിട്ട് നമ്മളെ മുന്നിൽ വന്നതെന്ന് ചാനലിൽ കണ്ട ഉടായ്പ ക്രീമുകളൊക്കെ എടുത്ത് മുഖത്ത് തേച്ചിട്ട് ഞാൻ ഈ ക്രീം തേച്ചിട്ടാണ് സുന്ദരിയായത് എന്ന് പറഞ്ഞിട്ട് ആ ക്രീം നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ച് പറ്റിക്കുന്നതെന്നുള്ള കാര്യം ഈ അന്തം ഫാൻസ്, കല്യാണി ചേച്ചിയുടെ അന്തം ഫാൻസ് മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് അവരോട് വ്യക്തിപരമായിട്ട് വിരോധമോ അല്ലെങ്കിൽ അവരോട് അസൂയോ ഒന്നുമില്ല. ഇപ്പൊ ഇതിൽ ക്ലിനിക്ക് വളരെ നല്ല ആളുകളാണെന്നും അവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും കല്യാണിയാണ് ഉടായിപ്പെന്നും ഒന്നുമല്ല പറഞ്ഞത്. ക്ലിനിക്കിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അവർക്കും ഇതൊരു വരുമാന മാർഗം തന്നെയാണല്ലോ. അവരെ കയ്യിൽ ഉടായ്പ ഉണ്ടായിരിക്കും. അവരെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ കണ്ടു എന്ന് പറഞ്ഞു. നമ്മളിപ്പോ ഒരു 100 രൂപയോ 500 രൂപയോ മുടക്കിയിട്ട് ഒരു ക്രീം വാങ്ങി മുഖത്ത് തേച്ചു, നമുക്ക് മുഖം ഡാമേജ് ആയി. അപ്പൊ നമ്മൾ വിചാരിക്കും 500 രൂപയല്ലേ പോയുള്ളൂ വിചാരിക്കും. പക്ഷെ ഈ വലിയ ബ്യൂട്ടി ക്ലിനിക്ക് പോകുന്ന ആളുകള് ഈ ലക്ഷക്കണക്കിന് രൂപ അവിടെ കൊണ്ടുകൊടുത്തിട്ട് മുഖം ശരിയായില്ല വെച്ചാല് അവര് സ്വാഭാവികമായിട്ടും നമ്മള് ആ ഒരു പ്രതികരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതികരിക്കും. അപ്പൊ ഈ കല്യാണിയുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ, ഈ ക്ലിനിക്കുകാർ എന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. അത് കാശ് പോയതിന്റെയും കൂടെ വിഷമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതെന്തായാലും ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, എല്ലാം അഡ്രസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഈ ക്ലിനിക്കിന്റെ കാര്യങ്ങള്. ക്ലിനിക്ക് എത്രമാത്രം ശരിയായിട്ടുള്ള കാര്യമാണ്. ഇവർ ഈ ബ്യൂട്ടി ക്ലിനിക്ക് എന്നുള്ള പേരിൽ കണ്ട സാധനങ്ങളൊക്കെ കുത്തിവെച്ചിട്ട് എന്താണ് ഇവരവിടെ ചെയ്യുന്നത്? കൃത്യമായിട്ട് സർക്കാർ ഇത് അന്വേഷിക്കാറുണ്ടോ? ആരോഗ്യവകുപ്പ് അന്വേഷിക്കാറുണ്ടോ? ഇവർക്ക് ലൈസൻസ് ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇവരെന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അവിടെ ചെയ്യുന്നത്? ഇതൊക്കെ ഇങ്ങനെ ചെയ്യാവുന്ന ട്രീറ്റ്മെന്റ് ആണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ കല്യാണിയുടെ വീഡിയോയിൽ കല്യാണി പറയുന്നുണ്ട് അവരുടെ മുഖത്ത് കൂടുതൽ എന്തൊക്കെയോ വിഷയങ്ങൾ വന്ന സമയത്ത് ഈ ക്ലിനിക്കിൽ നിന്ന് ഇവരുടെ കവിളിൽ നിറച്ച് ഇഞ്ചക്ഷൻ എടുത്തു വന്നു. എന്നിട്ട് അവിടെ ചോര കലച്ചു. എന്നിട്ട് കല്യാണി അവർക്ക് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തു. പിന്നെ ഒരു ക്രീം തേക്കാൻ വേണ്ടി പറഞ്ഞു. ആ ക്രീമിന് ലോകത്തില്ലാത്ത വിലയാണെന്ന് പറയുന്നു. ആ ക്രീം കല്യാണി തേച്ച് കുറേ കാലങ്ങൾ തേച്ചപ്പോൾ കല്യാണിയുടെ മുഖം മുഴുവൻ ഡാർക്ക് കളറായി എന്ന് പറഞ്ഞു. എന്നിട്ട് കല്യാണി തിരിച്ചറിഞ്ഞില്ല, ഈ ക്രീം തേച്ചിട്ടാണെന്ന് കല്യാണി തിരിച്ചറിഞ്ഞില്ല. എന്നിട്ട് അവസാനം പിന്നെ വീട്ടിൽ നിന്ന് കല്യാണിയുടെ ഹസ്ബൻഡൊക്കെ ഇത് ഈ ക്രീം കൊണ്ടാണോ എന്നൊക്കെ സംശയം പറഞ്ഞപ്പോഴാണ് കല്യാണി ഇത് മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്രീം ഇത്രയും കാലം ഇത്രയും ഒരു അവരെ വിശ്വസിച്ച് തേച്ചിട്ട് അതുകൊണ്ടാണ് ഈ പിഗ്മെന്റേഷൻ കൂടുന്നതെന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയാണ് നമ്മളോട് വന്നിട്ട് നോക്കൂ ഞാൻ ഈ ക്രീം തേച്ചപ്പോൾ വെളുത്തുപോയി, ആ ക്രീം നിങ്ങൾ തേക്കും വെളുക്കും, ഇത് നല്ല അടിപൊളി ക്രീമാ മക്കളെ നിങ്ങൾ തേക്കി നല്ല വെളുത്തിരിക്കുന്നൊക്കെ പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് ചോദിക്കാനുള്ളത്. ഇത് വളരെ വിഷമമുള്ള കാര്യമാണ്. കല്യാണി വളരെ വിഷമകരമായ ഒരു സ്റ്റേജിലൂടെ നമ്മൾ സത്യം എല്ലാവരെയും കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും ഒരാൾ നമ്മളെ പറ്റിച്ചു എന്നുള്ളത് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളെ ഭാഗത്ത് സത്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഭാഗത്താണ് സത്യം ഉണ്ടായിട്ടും നമ്മളെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ ഒക്കെ നമ്മൾ വളരെ ട്രോമ സ്റ്റേജിലൂടെ കടന്നു പോകും. കല്യാണി ഒരു പക്ഷെ അങ്ങനത്തെ ട്രോമ സ്റ്റേജിലൂടെ ആയിരിക്കും കടന്നു പോയത്. അതുകൊണ്ടാണ് അവർ ഹീലിങ്ങിന് പോയതും എല്ലാം കൗൺസിലിങ്ങിന് പോയിട്ടുണ്ടാവും ഒക്കെ അതുകൊണ്ടാണ്. അപ്പോൾ അവര് നമ്മളങ്ങനെ മോശമായിട്ട് ഹരാസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയണല്ലോ. കാരണം അവരും പറയുന്നുണ്ട്. അവർ പിന്നെ ഒരു കുറ്റമായിട്ട് പറയുന്നത് ക്ലിനിക്കുകാർ വന്നിട്ട് എല്ലാവരോടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു ക്ലിനിക്കിക്ക് വിളിച്ചാൽ അവരങ്ങനെ പറയാൻ പാടുണ്ടോ, അവർക്ക് എന്ത് എക്സാണുള്ളത് എന്നൊക്കെ പറയുന്നത്. ആ ക്ലിനിക്കിനെ കുറിച്ച് സ്വന്തം ചാനലിലൂടെ ലക്ഷക്കണക്കിന് വ്യൂസ് ഉള്ള സ്വന്തം ചാനലിലൂടെ വന്നിട്ട് ആ ക്ലിനിക്ക് വളരെ മോശമാണ്, ആ ക്ലിനിക്കിലുള്ളവരെന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അവരവരുടെ പൊട്ടത്തരത്തിന് അവർ പ്രതികരിച്ച് കാണും. ഞങ്ങൾ ഇങ്ങനെ ചെയ്തില്ല, ഞങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന്. അത്രയേ ഉള്ളൂ. ഇതിനൊന്നും കുറ്റപ്പെടുത്താനുള്ള കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതൊരു നിയമപരമായിട്ട് കല്യാണി മുന്നോട്ട് പോകട്ടെ എന്നേ പറയാനുള്ളൂ. അല്ലെങ്കിൽ അവരാൽ പറ്റിക്കപ്പെട്ട ക്ലിനിക്കാൽ പറ്റിക്കപ്പെട്ട ആളുകൾ മുന്നോട്ട് പോകട്ടെ എന്നേ പറയാനുള്ളൂ. നമുക്ക് ഇതൊക്കെ പറയാമെന്നല്ലാതെ ഇവരാരും ഇത് കേൾക്കാനോ പറയാനോ ഒന്നും പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും